ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഫൈനലി കാന്താര ചാപ്റ്റർ 1 സിനിമ കണ്ടു. സിനിമയുടെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ സിനിമയെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ല. ഇത്രക്കും ഗംഭീര സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആദ്യമേ പറയാനാണ് ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് നന്നായിട്ട് സിനിമ വർക്കായി, പറയാനൊന്നുമില്ല. ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് സിനിമക്ക് പോകുന്നതിന് മുമ്പേ എന്റെ സുഹൃത്തുക്കൾ ഇവരൊക്കെ പറഞ്ഞ്, അതായത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ആദ്യത്തെ കാന്താര പോലെ ഒന്നില്ല, ഒരു ഇത്രയൊക്കെ ഒന്ന് വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഞാൻ ആദ്യം ട്രെയിലർ തോട്ട്സിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ എക്സെപ്റ്റേഷൻ ഒന്നും വെക്കുന്നില്ല. ആസ് യൂഷ്വൽ ആയിട്ട് പോയിട്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് സിനിമ കണ്ട ശേഷം എങ്ങനെ തോന്നുന്നു അതാണ് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായി. സോ അതന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഒരു എക്സെപ്റ്റേഷനും വെക്കാതെ പോയിട്ട് കണ്ടതാണ്. അങ്ങനെ എനിക്ക് സിനിമ നന്നായിട്ട് വർക്കായി. ഒരു ലാഗ് ആയിട്ട് ഒന്നും തോന്നിയില്ല. പക്ഷെ നന്നായിട്ട് വർക്കായി സിനിമ. ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായി. അതായത് അതായത് ആദ്യത്തെ കാന്താര, പിന്നെ ഇത് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 1 അങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അതില് ആദ്യത്തെ കാന്താര ഇതൊക്കെ കാലഘട്ടത്തിന്റെ ഡിഫറൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ ആയതുകൊണ്ട് ആയിരിക്കാം ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ട, ചിലർക്ക് ഇഷ്ടപ്പെടും. ഒരു മിക്സഡ് ആയിട്ട് അങ്ങനെ റിവ്യൂ ആയിട്ടാണ് പോകുന്നത് ചിലർക്കൊക്കെ. സോ എനിക്ക് എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് വർക്കായി സിനിമ. ഒരു അതായത് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് വർക്കാവും. കാരണം സിനിമ എടുത്തിരിക്കുന്ന മേക്കിംഗ് ലെവല് രീതിയൊക്കെ നെക്സ്റ്റ് ലെവലായിട്ടുണ്ട്. ടോപ്പ് നോച്ച് മേക്കിംഗ് വേണം പറയാൻ. ഇത്രയൊക്കെ നന്നായിട്ടുണ്ട്. വിഷ്വലി ആയാലും പിന്നെ പറയാനുള്ളത് CG VFX വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഒരു ഹാറ്റ്സ് ഓഫ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ അയച്ചാണ്ട് വരുന്നത്. പുലിയുടെ ആയാലും ടൈഗർ, പിന്നെ ചില പ്രാണിയൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ CGI വർക്ക് ആ ഒരു വെതർക്ക്, പിന്നെ ആ ഒരു സീനിൽ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത് പോലെ CG വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ടൈഗർ വന്നാൽ എങ്ങനെ ഉണ്ടാവും അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടുണ്ട് സീൻസ് ഒക്കെ. ആ ടൈഗറിന്റെ എടുത്തിരിക്കുന്ന CGI വർക്ക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. CG വർക്ക്സ് ഈ സിനിമയിൽ കൊടുക്കേണ്ടത്, ഹാൻഡ്സ് ഓഫ് കൊടുക്കേണ്ടത് CG വർക്ക്സ് കാണും. ഒരു രക്ഷയില്ല, ഗംഭീര CG വർക്ക്സ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി. അരവിന്ദ് കശ്യപ് അങ്ങനെന്തോ ആയിരിക്കാം, കറക്റ്റായിട്ട് ഓർമ്മയില്ല പേരെന്താ മതി. അരവിന്ദ് കശ്യപ് തന്നെ പുള്ളിയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ വിഷ്വൽ ഐഡിയാസ് ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് ആണ്. അതായത് ഒരു ഫോറസ്റ്റിന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു കിഡിലൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടി, ഇവരെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരു കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു ഋഷഭ് ഷെട്ടിന്റെ. പിന്നെ രുക്മിണി വസന്ത് ആയാലും ആ ഒരു നമ്മൾ ആസ് യൂഷ്വൽ വിചാരിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ അല്ല. ഒരു അടിപൊളി ക്യാരക്ടറാണ് രുക്മിണി വസന്തിന്റെ. അത് നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി. പിന്നെ ജയറാമേട്ടന്റെ അടിപൊളി ക്യാരക്ടറാണ്. നന്നായിട്ട് വർക്ക് ചെയ്ത് ജയറാമേട്ടന്റെ ക്യാരക്ടർ പുള്ളി അതുകൂടി നന്നായിട്ട് ചെയ്തു. പിന്നെ കാസ്റ്റിംഗിൽ വർക്ക് ചെയ്ത ഈച്ച് ആൻഡ് എവറി വൺ അവർക്കൊത്ത ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിഡിലനായിരുന്നു. എല്ലാവർക്കും ഒത്ത ക്യാരക്ടേഴ്സിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് അജ്നേഷ് ലോക്നാഥ് ആണ്. പുള്ളി ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സിനിമേനെ ഒരു ലെവൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും, അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും കോസ്റ്റ്യൂം ആയാലും എല്ലാവരും നന്നായിട്ട് പണിയെടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഈ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ ഇനി പറയാൻ പോകുന്നത് സിനിമയുടെ റിവ്യൂ അല്ല, ഇതൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് എന്താന്ന് വെച്ചാ, ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് അതിലുള്ള ആ ദൈവത്തിന്റെ ആ ക്യാരക്ടർ, അവരുടെ ഡ്രസ്സിങ് അതൊക്കെ ഇട്ടിട്ട് മറ്റേ തിയേറ്ററിലൊക്കെ വരണം, ഇതൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് റിലീസിലായാലും ഇതിലൊക്കെ ആയാലും. പക്ഷെ ഇവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇതൊരു ആ സിനിമയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുപോലെ തോന്നും. പക്ഷെ അത് റിയൽ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഉള്ളത് മാംഗ്ലൂർ, കാസർഗോഡ് ആ ബോർഡറിലായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കണ്ടിട്ടറിയാം. അതായത് ഇത് നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ദൈവം ഇതൊക്കെ നമ്മൾ വർഷിപ്പ്. ആദ്യമൊക്കെ കാസർഗോഡ് ആ സൈഡ് പോയാൽ ഇത് എന്താ പറയാ, ഇതൊക്കെ കളിയാട്ടം ഇത് അത് ഇതൊക്കെ പറയുന്നത്. അതേ രീതിയിൽ മംഗലാപുരം ഈ സൈഡ് വരുമ്പോൾ
അതില് ഈ പഞ്ചില് ദേവല് ഗുളിക ഇതൊക്കെ ഒരു വർഷിപ്പ് ചെയ്യുന്ന രീതിയാണ്. അതായത് അതൊക്കെ നിങ്ങൾ ഈ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അത് നമുക്കൊരു ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് തെറ്റാണ് guys. ഒന്നും അത് അവരുടെ മിസ്റ്റേക്ക് ആണ് ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ. അതായത് സിനിമയുടെ ആദ്യമേ ഇട്ടിരുന്നു, പക്ഷെ അത് നിക്കാൻ പോലും സാധനം ഒരു സെക്കൻഡ് ഇങ്ങനെ മിന്നെ പോലെ പോകുന്നു. അതായത് ഇതൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞ് ആർക്കും ഒരു എന്താ പറയാ പൂർത്തിയായിട്ട് റീഡ് ചെയ്യാൻ പോലും ടൈമില്ല. അത്ര പെട്ടെന്ന് മിന്നെ പോലെ പോകുന്ന ഒരു ഡിസ്ക്രിമിനർ ആണ് ഇട്ടിരിക്കുന്നത്. അതിനെക്കാട്ടി ഒരു 5 മിനിറ്റ്സിന്റെ ഒരു ഡിസ്ക്രിമിനർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വോയിസ് ഓവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കേണ്ടി ഒരു ഡിസ്ക്രിമിനർ കറക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി. ഇത് എന്തായാലും അത് അവരുടെ മിസ്റ്റേക്കാണ് പ്രൊഡക്ഷൻ ആവുന്നത്. അതായത് ഇപ്പൊ ഋഷഭ് ഷെട്ടി ആയാലും ചെയ്തിരിക്കുന്നതായാലും പുള്ളി അതിന്റെ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്തിരിക്കുക. എനിക്കറിയില്ല പ്രോപ്പർ ആയിട്ട്. എന്റെ ഒരു എസംഷൻ പ്രകാരമാണ് ഞാൻ പറയുന്നത്. അത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഫോളോ ചെയ്തിട്ട് അതിന് ശേഷമായിരിക്കും പുള്ളി ചെയ്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇതിനെ സിനിമ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിനെ ഈ ബാക്കി സിനിമ കണ്ടതുപോലെ, അതായത് ഇപ്പൊ പുഷ്പ കണ്ടിട്ട് പുഷ്പയിലുണ്ടായിരുന്ന അതുപോലെ സാരി ഇട്ടിട്ടായിരുന്ന പോലെ അതേപോലെ അതേപോലെ വരാനൊന്നും ശ്രമിക്കരുത്. ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ആ ഒരു ദൈവത്തിന്റെ ഡ്രസ്സൊക്കെ ഒക്കെ ചെയ്തിട്ട് വരാനൊന്നും ശ്രമിക്കരുത്. തെറ്റാണ്. അത് ഈ ഭാഗത്തുള്ള ആൾക്കാർ ഭയങ്കര ഒരു ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നും. ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പോകരുത്. അറിയാത്തവർ ഇതിനെ കുറിച്ചിട്ട് സ്റ്റോറിയിൽ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് എന്നിട്ട് അറിയാൻ ശ്രമിക്കുക. അല്ലാതെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകരുത് guys. ഇതാണ് പറയാനുള്ളത്. പിന്നെ അതായത് ഋഷഭ് ഷെട്ടി ഇതിനെ ഈ കൾച്ചറിനെ കുറിച്ചിട്ട് സ്പ്രെഡ് ചെയ്തതാ, അല്ലാതെ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല നിങ്ങളോട്. അല്ല റീൽസിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ വ്യൂസിന് വേണ്ടിയിട്ടോ ചെയ്യാൻ പാടില്ലുണ്ട്. ഇത് തെറ്റാണ്. ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എല്ലാവരോടും. ഇത് ചെയ്യാൻ പാടില്ല. സോ ഒരു റിക്വസ്റ്റ്, ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. സോ ഇതാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, അതായത് ഇതിന്റെ പവർ എന്താണെന്ന് പറഞ്ഞിട്ട്. സോ അറിയാത്തവർക്കാണ് പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പോകരുത്. സോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. പിന്നെ അടുത്ത വീഡിയോയിൽ കിട്ടാം ഗൈസ്. ബൈ.